ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എൻ്റെ മോണാച്ചിൽ കൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മൊബൈൽ ഉപയോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ പഠിക്കുന്നൊക്കെ ഉണ്ട്. എന്നാ ആ കയ്യിൽ നിന്ന് നീട്ടി. ആ കണ്ണടച്ച്. ഹായ് ഫോൺ, നിനക്ക് ഞാനിപ്പോ ഒരു ഗിഫ്റ്റ് തന്നതാ. നീ ഇത് പതികൊന്നും ഉപയോഗിക്കൊന്നും വേണ്ടട്ടാ. അച്ഛൻ പറയുന്ന പോലെ നന്നായി പഠിച്ച് നിൽക്കണം. ഇതിനുദ്ദേശിച്ച് എനിക്ക് കോൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റാക്കിയേ ഉള്ളൂ. അതിനുവേണ്ടി മാത്രം നീ ഉപയോഗിച്ചാൽ മതി കേട്ടല്ലോ. ദിവസം 10 കഴിഞ്ഞു. സേഫായിട്ടുള്ള സ്ഥലം, ആരുമില്ല. ഇവിടെ നിന്ന് നമുക്ക് ഷോർട്ട് വീഡിയോസ് കണ്ടുടങ്ങാം. വൃത്തിയായിട്ട് വീഡിയോസ്. അലി, നിന്റെ PT സാറിൻ്റെ കാര്യമൊക്കെ എന്തായടാ? അതത്ര ഒന്നുമില്ലടാപ്പാ. നമ്മളപ്പോൾ അധികം ഫിസിക്കലൊന്നും ചെയ്യാനുള്ള ഇതുപോലൊക്കെ തന്നെ. ആരോടെ വെള്ളം ഒഴിക്കൊണ്ട് നിൽക്കണേ ബ്രോ? ഞാനാ. നീയാ? ചെയ്യടാ. മനസ്സിലായി. അത് കേട്ടെന്നാ മതി. ഓക്കെ. നീ എന്താ അങ്ങനെ വിളിച്ചത്? എടുക്കാൻ പോയാന്നൊക്കെ എനിക്കറിയാം. എന്താമോ രക്ഷപ്പെട്ട്. ഇവിടെ സേഫ് അല്ല. കുളിക്ക്. അമ്മ ഭക്ഷണം വെച്ച് തരാം. ഫുഡ് കഴിച്ചു. ഞാൻ ഉറങ്ങാൻ പോവാ. എനിക്ക് നാളെ ക്ലാസ്സിൽ നേരത്തെ എത്തണം. ഉറങ്ങാനാ? നീ സാധാരണ ഇത്ര നേരത്തെ ഒന്നും എനിക്കറിയില്ല. അത് ഉറങ്ങാറ് പോലുമില്ല. ഇന്ന് കുറച്ച് നല്ല ടോപ്പ് ആവാന്ന് ചോദിച്ചാ ഞാൻ നാളെ ക്ലാസ്സിൽ നേരത്തെ എണീക്കും. ശരി എന്നാ. സുശീലേ, എന്തോ കള്ളത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. വാ. ഫോൺ താടാ. എന്താണത്? ഇതെന്താന്ന്? സോറി. അയ്യോ, സോറി അച്ഛാ. ഓരോ പൊട്ട വീഡിയോയും കണ്ടിട്ട് അവൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഈ നിക്കണം. ഇവിടെ വൃത്തി കേട്ടവന്. അയ്യോ ചേട്ടാ, അടിക്കല്ലേ. മാറിക്കിടി. പ്ലീസ് അടിക്കല്ലേട്ടാ പ്ലീസ്. എന്താ ഇവിടെ നീ എന്നെ ഓരോരോ പൊട്ട വീഡിയോ കൊണ്ടവൻ. എടാ, ഇപ്പൊ ഞാൻ തല്ലിയത് മുൻകോപം കൊണ്ടാ. ഇത് നീ ഇനി മേലെ കാണൂ. ഇല്ല അച്ഛാ, ഇല്ല. ഒരു അച്ഛാ, പ്ലീസ് അച്ഛാ, പ്ലീസ്. സോറി അച്ഛാ, സോറി. ഇനി നീ ഇത് കണ്ടാൽ
എന്തിനാടാ എന്തിനാ അസത്ത്? അവൻ പഠിച്ചപ്പോ അവൻ നന്നായിട്ട് കുറെ കാര്യം ചെയ്ത് മൊബൈൽ വന്നപ്പോ ഈ പ്രായത്തിൽ തോന്നുകയാണോ ഇതൊക്കെ? നീ വലുതാകുമ്പോൾ തന്നെ ഇതിനെ കുറിച്ചുള്ള ഭവിഷ്യത്ത് മനസ്സിലാക്കും. അന്ന് നീ ചിന്തിക്കും ഇത് ദുഷ്ടകരമാണെന്നും ഇത് ദുരുപയോഗമാണെന്നും അന്ന് നീ ചിന്തിക്കുന്ന ആ ദിവസം നിന്റെ എല്ലാം പോയി കാണടാ. മഹാഭാവി നാളെ കിട്ടു പോള നീ. പഠിക്കണം, ഈ ശീലം പാടില്ല. പിന്നെയും 10 ദിവസം കഴിഞ്ഞു. ഹലോ, എല്ലാവർക്കും നമസ്കാരം ഉണ്ടല്ലോ. ഓൾ സ്റ്റാൻഡ്. അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ള വാർത്തയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കാരണം നിങ്ങളിൽ 15 പേരിൽ 10 പേർ വിജയിച്ചു, ബാക്കി 5 പേർ തോറ്റു. ആ തോറ്റവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ പഠിത്തം നല്ലോണം നിങ്ങൾ പഠിക്കണം. ആ വിജയിച്ചവരുടെ പേര് ഞാൻ പറഞ്ഞില്ല. എന്തായാലും റോഹൻ എന്ന് നല്ല ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ഹി വാസ് എ ബിഗ് ക്ലാപ്പ്. റോഹൻ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. PT പോയി. അമ്മേ, എന്താ അമ്മച്ചി? എന്താടാ? ഞാൻ ജയിച്ചമ്മച്ചി, ജയിച്ച്. സത്യാണോ മോനെ? ചേട്ടാ, എന്താ കണ്ടില്ലേ? നമ്മുടെ മോൻ പഠിച്ചു വിജയിച്ചു. എടാ, ജയിച്ചോ അച്ഛാ? ഞാൻ ഇനി വൃത്തിയായിട്ട് കാണത്തില്ല അച്ഛാ. ഈ മൊബൈലിൽ മതിയായ കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ അച്ഛാ. നന്ദി.